കുഴപ്പമൊന്നുമില്ല. അതുകൊണ്ട് നമ്മൾ ഉള്ളിലേക്ക് ക്യാമറയായിട്ട് ഇറങ്ങി. അത് ശ്രദ്ധിക്കുന്നില്ല. ഒരു ചങ്ങായി നമ്മുടെ ക്യാമറമാൻ മനുവേട്ടനെടുത്തൊരു ഫോട്ടോ എടുത്തിടാൻ പറഞ്ഞിട്ടുണ്ട്. എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടുന്ന് പരസ്യമായിട്ട് കുളിപ്പിക്കുന്നുണ്ട്. അല്ല, കാല് കഴുകുന്നുണ്ട്. കുളിപ്പിക്കുന്നുണ്ട്. നന്ദി 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 ശിവക്ഷേത്രത്തിൻ്റെ ഒക്കെ മുമ്പിൽ നന്ദിയുണ്ട്. ഇതുകൊണ്ടാണ് ഈ ഇങ്ങനെയുള്ള ഹിസ്റ്റോറിക്കൽ സംഗതികളുള്ളത് കൊണ്ടായിരിക്കണം ഇവിടെയുള്ളൊരു ബീഫല്ല, പശുവിനെ കൊല്ലരുത് എന്നൊക്കെ പറയണത് എന്ന് വിചാരിക്കുന്നു. മനസ്സിൽ എല്ലായിടത്തും ശിവക്ഷേത്രത്തിലൊക്കെ മൊത്തത്തിൽ ഇതുണ്ട്. നനയ്ക്കുന്നുണ്ട്. ഭയങ്കര ചൂടാണ്. അപ്പോൾ അതുകൊണ്ട് നനച്ചിടുവാണെങ്കിൽ കുറച്ച് തണുപ്പ് കിട്ടും. അത് കഴിഞ്ഞിട്ട് കുളി കഴിഞ്ഞ് ചെറുതായിട്ട് വെള്ളം തന്നെ. ഇവിടെയുള്ള ശിവലിംഗം നാച്ചുറലാണെന്നാണ് പറയുന്നത്. അതായത് ഉണ്ടാക്കിയതല്ല, തനിയെ ഉണ്ടായതാണ്. അതെങ്ങനെയാണെന്ന് അറിയത്തില്ല. വിത്തിട്ടിട്ടുണ്ടാവും. കുരങ്ങൻ മോനെ കുരങ്ങാ കളിക്കല്ലേ നീ. ആനേൻ്റെ അടുത്ത് എല്ലാവരും പോകുന്നത് ശരിക്കും ആന. ആനേൻ്റെ അടുത്ത് പോകാൻ പ്രത്യേകം പൈസ കൊടുക്കണം കേട്ടോ. ആനയെ അതിനുള്ളിൽ കയറ്റി വെച്ചിട്ടുണ്ട്. കാണുന്നുണ്ടാ? ആനയെ വെയിലടിച്ചിട്ട് കാണുന്നില്ല. നമുക്ക് നോക്കാം. ഞാനുണ്ട് ഗൈസ്. സ്മോട്ട് ചെയ്തോ. ഇതൊരുപാട് വർഷങ്ങൾക്കായിട്ടുള്ള കല്ലുകൊണ്ടുള്ളൊരു ക്ഷേത്രമാണിത്. നമുക്ക് കയറണമെങ്കിലൊക്കെ അതിലെങ്ങാണ്ട് വരാൻ തോന്നുന്നല്ലേ. ഓ, നനച്ചിടത്തോടെ നടക്കുവാണെങ്കിൽ ചൂടില്ലാണ്ട് പോവാം. ഇത് താനെ എങ്ങനെ ഉണ്ടാവുക? ഇതല്ല താനെ ഉണ്ടായത്. ഇതിനുള്ള ശിവലിംഗമാണ് താനെ ഉണ്ടായത്. ഇതാണ് ഇതിൻ്റെ ഒരു വ്യൂ എന്ന് പറയുന്നത് കേട്ടോ. ഇതെപ്പോഴും ശിവക്ഷേത്രത്തിന് മുമ്പിൽ നന്ദി ഉണ്ടാവും എന്നുള്ളതാണ്. ഇതാണ് നന്ദി. മുമ്പിൽ ഇങ്ങനെ ഉണ്ടാവും. അപ്പോൾ അവിടെയായിരിക്കും ശിവലിംഗം ഉണ്ടാവുക. ഇതാണ് ഹോമം. ഇത് ഹോമകുണ്ഡം അല്ലേ? ഹോമകുണ്ഡം. യെസ്. നല്ല കൊത്തുപണികൾ കൊണ്ടുണ്ടാക്കിയ തൂണുകളാണുള്ളത്. അയ്യപ്പ, ഇതിലൊക്കെ ഓരോ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഗൈഡുണ്ടെങ്കിലൊക്കെ പറഞ്ഞതാണ്. ഇടയ്ക്കിടയ്ക്ക് ചിലർക്ക് ഡാമേജ് ആയിട്ടുണ്ടെങ്കിലും ഓൾമോസ്റ്റ് എല്ലാ തൂണുകളും ഒരേപോലെയാണ്. മുകളിലടക്കം കുത്തുപണികളുണ്ട്. അപ്പം അതിനുള്ളിലോട്ട് നമുക്ക് പോകാൻ പറ്റുമെന്ന് തോന്നുന്നു. ഫോൺ കൊണ്ടുപോകാൻ പറ്റുമെന്ന് അറിയില്ല. അപ്പോൾ ഇതാണ് ഇവിടുത്തെ ഒരു ടെമ്പിൾ എന്ന് പറയുന്നത്. നമുക്ക് ആ സൈഡിൽ കൂടെ പോയി കഴിഞ്ഞാൽ അതിനുള്ളിൽ കയറാവുന്നതാണ്. ഈ എല്ലാ തൂണുകളും ഒരേപോലെയാണ് കേട്ടോ. പുറത്തെ തൂണുകൾ ഭയങ്കര സ്ട്രക്ചർ ചെയ്തിട്ടുള്ള സംഗതികളാണ്. വെറൈറ്റി ആയിട്ടുള്ള കൊത്തുപണികളാണ്. അത് കല്ലിൽ തന്നെ കൊത്തിപ്പണി എടുക്കുക എന്നൊക്കെ പറയുമ്പോഴേ ഒറ്റക്കല്ലിലാണ് ഇത് കൊത്തിയെടുത്തിട്ടുള്ളത്. അതെ അതെ. ഞാൻ നല്ല ആസ്വദിക്കട്ടെ. മോനോട്ടം വീഡിയോ എടുക്കേ കേട്ടോ. മോനോട്ടൻ്റെ വീഡിയോ എന്നത് അടിപൊളി. മൂക്കൊക്കെ ചൊറിയുന്നൊക്കെ വീഡിയോ എടുക്കില്ല. ഞാൻ കഴിക്കുന്ന അടിപൊളി. ഇതിൽ ഫോട്ടോ എടുക്കുന്നുണ്ട്. നമ്മൾ മാത്രം ഫോട്ടോ എടുക്കുന്നില്ല, നമ്മൾ വീഡിയോ എടുക്കുന്നില്ല. ഇതിൽ പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അല്ല പോലെ ആനനെ കാണാൻ പറ്റുമോ? ഇതിൽ പോയി ആനനെ കാണാൻ പറ്റുന്നില്ല. ഗൈഡുമാരുണ്ട്. നമ്മളെയും കുറേ ഗൈഡുമാർ സമീപിച്ചിട്ടുണ്ടായിരുന്നു. ഇന്ന് പിടിക്കാം. പിടിക്കാം.
ഉണ്ടോ? അത് കുഴപ്പമില്ല. ശിവോഹം കഴിച്ചില്ലേ? ശിവോഹം കുഴപ്പമില്ല. വീഡിയോ